ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചോറിനും കപ്പ വേവിച്ചതിൻ്റെ ഒക്കെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷനായ ഒരു അടിപൊളി അയലക്കറിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു കപ്പ് വെള്ളത്തിലേക്ക് ഒരു 20-25 വറ്റൽമുളക് കഴുകി അത് ഇട്ടൊന്ന് മൂടി വെച്ച് 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി 2 പഴുത്ത തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്ത് വെക്കണം. 2 കുടംപുളി അത് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്ത് 1 കപ്പ് വെള്ളത്തിൽ കുതിരുന്നതിനായിട്ട് വെക്കണം. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 6-7 അല്ലി വെളുത്തുള്ളി, 4 പച്ചമുളക് കീറിയത്, 2 തണ്ട് കറിവേപ്പില. നമുക്ക് മുളകൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടിതൊന്ന് വെന്ത് വരണം. വെന്ത് അത് നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് മിക്സിയുടെ ബൗളിലിട്ട് നന്നായിട്ട് ഈ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി വയ്ക്കണം. ഇങ്ങനെ നമ്മൾ അരപ്പ് തയ്യാറാക്കി വെക്കുമ്പോഴത്തേക്ക് ആ കറിക്ക് നല്ല കൊഴുപ്പും നല്ല രുചിയുമാണ്. ഇനിയൊരു മൺചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്കൊരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ. കടുകും ഉലുവായും ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇനി ഇതിൽ ചേർക്കുന്നത് ഒരു 20 ചുവന്നുള്ളി തൊലി കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കി 2ആയിട്ട് കട്ട് ചെയ്തത് ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടൊന്നും വഴലണ്ട, ഒരുവിധം ഒന്ന് വഴന്ന് വന്നേച്ചാൽ മതി. അപ്പം ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കറിവേപ്പിലയാണ്. 2 തണ്ട് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റാം. ഇനി ലോ ഫ്ലെയിമിലാക്കിയിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. വേറെ പൊടികളൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. നമ്മൾ അരച്ചെടുത്ത മസാല പേസ്റ്റ് ഉണ്ട്, ചില്ലി പേസ്റ്റ്, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ബൗളിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് ചേർത്തൊന്ന് വഴറ്റിയിട്ട് നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ്. തക്കാളിയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റണം. തക്കാളി കഷ്ണങ്ങളിലെ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് പാകത്തിന് ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പ് കല്ല് ചേർക്കുന്നതാണ് ഒന്നുകൂടെ ടേസ്റ്റ്. അപ്പോൾ ഒരു നാടൻ കറിയുടെ ടേസ്റ്റ് വരും ഇങ്ങനെ മൺചട്ടിയിൽ തയ്യാറാക്കി. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കുടംപുളിയും അതിൻ്റെ വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇനിയും ചാറ് വേണമെങ്കിൽ നമുക്ക് അല്പം വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കപ്പ വേവിച്ചതിൻ്റെയൊക്കെ കൂടെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഗ്രേവി വേണമല്ലോ. അപ്പോൾ അതിന് പാകത്തിനുള്ള വെള്ളം നമുക്ക് ചേർത്ത്, വെള്ളം ചേർക്കുമ്പം തിളച്ച വെള്ളം വേണം ചേർക്കാൻ. ഒരു 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഇത് തിളച്ച് കിട്ടും. ഇപ്പം നന്നായിട്ട് കറി തിളച്ച് അരപ്പൊക്കെ തക്കാളി കഷ്ണങ്ങളിലൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. ഇനിയും നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന അയല കഷ്ണങ്ങൾ ചേർക്കാം. ഞാനിവിടെ 6 അയല 2ആയിട്ട് കട്ട് ചെയ്ത് അതാണ് ചേർക്കുന്നത്. 1/2 കിലോ അയലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മീഡിയം വലിപ്പത്തിലുള്ള അയലയാണ്. അപ്പോൾ അത് ചേർത്ത് ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കി മൂടി വെച്ച് നമുക്കൊന്ന് 2-3 മിനിറ്റ് കഴിയുമ്പം ഒന്നുകൂടെ മൂടി മാറ്റി ഇടയ്ക്കിടയ്ക്കൊന്ന് ചട്ടി ചുറ്റിച്ചോ അല്ലെങ്കിൽ തവി വെച്ച് മെല്ലെ കഷ്ണങ്ങൾ ഉടയാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. ചട്ടിക്ക് നല്ല ചൂടായതുകൊണ്ട് അടിക്ക് പിടിക്കാതെ ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒന്ന് തിളച്ച് ചാറ് അല്പം കൂടി ഒന്ന് വറ്റി വരണം. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് ഫ്ലെയിം നമുക്ക് ഇച്ചിരി കൂടി ഒന്ന് കുറച്ച് വയ്ക്കാം. അപ്പോൾ ആ ഒരു ചെറിയ തീയിൽ കുറച്ച് സമയം കൂടി ഒന്ന് വേകണം. അപ്പോഴത്തേക്ക് ചാറൊക്കെ ഒന്ന് കുറുകി അരപ്പൊക്കെ കഷ്ണങ്ങളിൽ നന്നായിട്ട് പിടിക്കും. അപ്പോൾ നല്ല മണം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ നന്നായിട്ടൊന്ന് ഞെരടി കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി പച്ച വെളിച്ചെണ്ണയാണ് നമ്മൾ ചേർക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് താളിപ്പൊന്നും നമ്മൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഈ പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ചേർക്കുന്നതാണ് രുചി. അപ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.